പ്രായം അല്ല അരുൺകുമാർ, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ തന്ത്രി കൂടി പിടിക്കപ്പെട്ടു. തന്ത്രി അവിടുത്തെ ഒരു പ്രധാനിയാണ്. പത്മകുമാറിന്റെയും വാസുവിന്റെയും സംഘത്തിൽ തന്ത്രി കൂടി ഉണ്ട് എന്നാണോ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത്, അതോ തന്ത്രിയുടെ സംഘത്തിൽ പത്മകുമാർ ഉണ്ടെന്നാണോ? നിങ്ങൾക്ക് ഏത് തരത്തിലും വായിച്ച് മനസ്സിലാക്കാം. കാരണം മീഡിയ ട്രയൽ നടത്തരുതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. പക്ഷേ ഈ വാർത്തകൾ വരുമ്പോഴും റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പി പുറത്തു വരുമ്പോഴും ജാമ്യാപേക്ഷകളുടെ വിധി പുറത്തു വരുമ്പോഴും പല അഭിഭാഷകർ ഫയൽ ചെയ്യുന്ന അവരുടേതായ പ്രതികളുടെ ഡിഫൻസ് പുറത്തു വരുമ്പോഴുമെല്ലാം ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടിൽ ഇതിനെ കാണാം. ഏതായാലും പോറ്റിയെ കയറ്റിയത് LDF ആണ്, സഖാക്കളാണെന്ന് പ്രചരിപ്പിച്ചല്ലോ. പോറ്റി അവിടെ വന്നത് 2004 പോറ്റി അവിടെ വരുമ്പോഴും പരികർമ്മിയായിട്ട് മാറുമ്പോഴും പ്രമോഷൻ കിട്ടുമ്പോഴും തന്ത്രിയുടെ ആളായിട്ട് മാറുമ്പോഴും എല്ലാം ഇടതുപക്ഷത്തിന് ഒരു റോളുമില്ല. ആ സമയത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയമാണെന്നും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ ആരായിരുന്നുവെന്നും തന്ത്രി കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തതും കൂടുതൽ അവസരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് രേഖകൾ ഒപ്പിടുമ്പോഴും പരിശോധിക്കുമ്പോഴും വേണ്ടത്ര ഗൗരവത്തോടെ അത് പരിശോധിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ ശരിക്കും പറഞ്ഞ അവധാനതയില്ലായ്മ എന്ന രൂപത്തിലാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെയും അന്വേഷണം നടക്കട്ടെ. ഒരു ഘട്ടത്തിൽ പോലും അവരെ സഹായിക്കാനോ ഏതെങ്കിലും രക്ഷിക്കാനോ ഞങ്ങൾ ശ്രമിച്ചില്ലല്ലോ. തെരഞ്ഞെടുപ്പ് വളരെ പർപ്പസ്ഫുള്ളി അതിനകത്ത് സ്വർണം ചെമ്പാക്കാൻ ശ്രമിച്ചു എന്ന ചാർജാണ് ഈ പത്മകുമാർ അടക്കമുള്ള ആളുകൾക്കെതിരെ ഉള്ളത്. അവധാനത പ്രശ്നമൊന്നുമല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവരെല്ലാവരും ഈ തന്ത്രിയുണ്ട്, പത്മകുമാറുണ്ട്, വാസുണ്ട്, പോറ്റിയുണ്ട്, ഇവരെല്ലാവരും കൂടിയുള്ള സംഘമാണ്. ഇനിയിപ്പോ വേറെ ആരാണ് വരുന്നതെങ്കിൽ വരട്ടെ എന്നാണ് അരുൺ പറയുന്നത്. അല്ല, അങ്ങനെ സംഘമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അവർ ശേഖരിക്കുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്കെതിരായിട്ടുള്ള എല്ലാ തെളിവും ശേഖരിച്ച് വ്യക്തമാക്കി. ഇപ്പോ ഒരു വിദേശിയായ കോടീശ്വരൻ ഇവിടെ വന്ന് ഇതിന്റെ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി, പഞ്ചകർമ്മ വിഗ്രഹം കൊണ്ടുപോയി എന്നെല്ലാം ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചിരുന്നല്ലോ. അന്വേഷണം 1 മാസത്തോളം തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ പലരെയും കൂടുതലായി ചോദ്യം ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ എന്താ പറഞ്ഞ്, ഡി മണി എന്ന് പറഞ്ഞ് ആഴ്ചകൾ പ്രതിപട്ടികയിൽ വരും എന്ന് പറഞ്ഞ് മുഖ്യധാരയിൽ ഈ വിഗ്രഹം കടത്തിയ ആൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെട്ട ആൾക്ക് ഈ കേസുമായിട്ടൊരു ബന്ധമില്ല എന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം വിപുലമായിട്ടുള്ള അധികാരമുണ്ട്, സ്വതന്ത്രമായിട്ടുള്ള അവർക്ക് അധികാരങ്ങളുണ്ട്. നിയമപരമായി അവരുടെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഒരു ഘട്ടത്തിൽ പോലും ആരും അതിൽ ഇടപെടുന്നില്ല. ആകെ ഇടപെട്ടത് ചില പ്രതിപക്ഷ നേതാക്കന്മാർ, ഇന്നയാളുണ്ട്, അവരുണ്ട്, എന്നോട് ഇന്ന വിവരം പറഞ്ഞു എന്നെല്ലാം പറഞ്ഞ് ഈ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാനും പഞ്ചലോക വിഗ്രഹം വരെ ഇവിടുന്ന് അടിച്ചു മാറ്റി അത് വിദേശത്തേക്ക് കൊണ്ടുപോയി കപ്പൽ മാർഗം കൊണ്ടുപോയി എന്നെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ പ്രസ്താവനകൾ നടത്തി. അതിന്റെ ഭാഗമായിട്ടുള്ള ഡിഫാമേഷൻ കേസും അടക്കം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ മന്ത്രിക്ക് അറിയാം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഘട്ടത്തിലും അന്വേഷണത്തിൽ ഇടപെടുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. കോടതി കൃത്യമായിട്ടുള്ള സർവൈലൻസ് നടത്തുന്നുണ്ട്.